പ്രിയപ്പെട്ടവരെ, ഈ റിപ്പോർട്ടറിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ കുറേ ദിവസം തുടർച്ചയായിട്ട് നിറഞ്ഞു നിന്നൊരു ആവശ്യമുണ്ടായിരുന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക്, SPOമാർക്ക് അവരുടെ പ്രതിഫലം കിട്ടിയില്ല എന്നതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞ പരാതി. നിങ്ങളുടെ കമൻറ്റ് ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദിന് അയച്ചു കൊടുത്തു. TV പ്രസാദ് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു, തുടർച്ചയായിട്ട് റിപ്പോർട്ടുകൾ ചെയ്തു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ഈ SPO ഓഫീസർമാരുടെ കണക്ക് വളരെ കൂടുതലായിരുന്നു. അത് ഇലക്ട്രൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പണം ഉപയോഗിച്ച് അവർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത്. അതിനെ തുടർന്നൊരു തർക്കമുണ്ടായിരുന്നു. ആ കണക്കിൽ വന്ന വ്യത്യാസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. വളരെ പോസിറ്റീവായൊരു തീരുമാനം, എല്ലാവർക്കും സന്തോഷിക്കാം. തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം ലഭിക്കും. പോലീസിൻ്റെ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. 6,32,00,000 രൂപയാണ് അനുവദിച്ചത്. ഉത്തരവിൻ്റെ പകർപ്പ് റിപ്പോർട്ടറിന്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് NCC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഇല്ലാതെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറിൽ കൂടുതൽ നിയമനം നടത്തിയത്. ഇതാണ് പ്രതിഫലം വിതരണം പ്രതിസന്ധിയിലാക്കാൻ കാരണം. റിപ്പോർട്ട് ഇംപാക്ട്. TV പ്രസാദ്, ഒടുവിൽ നമ്മളുടെ പ്രയത്നം ഫലം കണ്ടിരിക്കുന്നു. ഈ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമൊക്കെ അവർ ചെയ്ത ഡ്യൂട്ടിക്ക് പണം കിട്ടും. നമ്മൾ ആദ്യഘട്ടത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം TV പ്രസാദ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അത് കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്കൗണ്ടില്ല, കണക്കുകളില്ല. കാരണം അവർ പറഞ്ഞ കണക്കനുസരിച്ച് അത്രയും പേരെ നിയമിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ കേരള പോലീസ് നിയമിച്ചു. ഇപ്പോൾ TV പ്രസാദ് ഒരു ഫലം കാണുന്നു. നമ്മുടെ കുട്ടികൾക്ക് സന്തോഷിക്കാം, അവർ ചെയ്ത ഡ്യൂട്ടിക്കുള്ള പ്രതിഫലം കാണുന്നു. അത് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്, അല്ലേ TV പ്രസാദ്? ഉറപ്പായിട്ടും അരുൺ, ഇതിലിപ്പോൾ ഇങ്ങനെയൊരു വാർത്തയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയ ഒരു വീഴ്ച ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയമനം നടന്നത്. മാത്രമല്ല, ഇങ്ങനെ നിയമിക്കുന്ന കാര്യം മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വാങ്ങിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുമുണ്ടായില്ല. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ പോലീസ് ഉന്നതരുടെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ടാണ് ഇത്രയേറെ വൈകിയതും ഏറ്റവും ഒടുവിൽ പോലീസിന് ചെലവഴിക്കേണ്ട തുകയിൽ നിന്ന് ഈ 6.5 കോടി രൂപ SPOമാർക്ക് കൊടുക്കേണ്ടതായും വന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടേണ്ട 6.5 കോടി രൂപ സർക്കാർ തന്നെ അനുവദിക്കേണ്ട അവസ്ഥയും വന്നത്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ബൂത്തിൽ വിതരണം ചെയ്തിരുന്ന പണമാണിത്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണ സർക്കാർ സംവിധാനം പോലെയല്ല. അതൊരു എണ്ണയിട്ട യന്ത്രം പോലെ മറ്റൊരു മെക്കാനിസമാണ്. വളരെ എളുപ്പം തീരുമാനങ്ങൾ എടുക്കുന്നു, വളരെ എളുപ്പം കാര്യങ്ങൾ നടപ്പാക്കുന്നു. അങ്ങനെയുള്ളൊരു മെക്കാനിസത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ പണം വൈകാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ തുടർച്ചയായ വാർത്ത നൽകി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഓഫീസിൽ തന്നെ പോയി സഞ്ജയ് കൗളിനോട് തന്നെ സംസാരിച്ചു. അപ്പോഴാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ചയെക്കുറിച്ച് അറിയുന്നത്. നിരന്തരം ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പറഞ്ഞു. അവിടെ നിന്ന് കിട്ടാൻ സാധ്യതകയില്ല എന്ന വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നേരത്തെ. പക്ഷെ പിന്നീടാണ് ഈ നിരന്തരമായ ആവശ്യം, പ്രത്യേകിച്ച് ഇതിൽ കുട്ടികളാണുള്ളത് എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം. അതായത് വലിയ പ്രതീക്ഷയോടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആകുന്നു, NCC ആകുന്നു. അങ്ങനെയുള്ള കുട്ടികളാണ് വലിയ പ്രതീക്ഷയോടെ 2,600 രൂപ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ തുകയാണ്. അത് കിട്ടാതാകുന്നു. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള SIമാരും CIമാരും കടുത്ത പ്രതിസന്ധിയിലാവുകയാണ്. കാരണം ഇവർ രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയാണ്. അങ്ങനെ സംസ്ഥാനത്താകെ 25,000 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരാണ് പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയത് കഴിഞ്ഞ 2 മാസത്തിലേറെയായി. ഒടുവിൽ സർക്കാരിന് ഈ പണം അനുവദിക്കേണ്ടി വന്നു. ഇത് നമ്മുടെ ഇമ്പാക്റ്റ് തന്നെയാണ്, നമ്മൾ തുടർച്ചയായി പിന്തുടർന്ന വാർത്തയാണ്. പക്ഷേ അത് പറയുമ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലീസ് സേനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ നിന്നാണ് 6.5 കോടി കൊടുക്കേണ്ടി വന്നത്. പോലീസ് യഥാസമയം ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടായിരുന്നു ഈ നിയമനമെങ്കിൽ, അവരുടെ മാനദണ്ഡം അനുസരിച്ചിട്ടായിരുന്നു ഈ നിയമനമെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ആകെ കിട്ടിയത് 36 ലക്ഷം രൂപയാണ് നേരത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 6.5 കോടി അനുവദിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി പണം വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. TV പ്രസാദ്, വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തുടർച്ചയായിട്ട്
തുടർച്ചയായിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഈ വിഷയത്തിൽ ഇടപെടണം റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് TV പ്രസാദ് ആ വാർത്ത ടേക്കപ്പ് ചെയ്യുന്നതും പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും. ആ ശ്രദ്ധ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. 6 കോടി രൂപ അനുവദിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. കേരള പോലീസ് കൂടുതൽ SPOമാരെ നിയമിച്ചു എന്നതാണ് അതിന് സാങ്കേതികമായി തടസ്സം പറഞ്ഞത്. 32 ലക്ഷം മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥികൾ പാവം NCC NSSലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്തത്. അപ്പോൾ അവർക്ക് ആ പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ്. റിപ്പോർട്ടറിൻ്റെ ടാഗ് ലൈൻ പോലെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. എവിടെ അന്യായമുണ്ടോ അവിടെ റിപ്പോർട്ടർ TVയുടെ കണ്ണുപതിയും. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ ഓടിയെത്തും. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വിശ്വസിക്കാം. നിങ്ങൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി നീതിയുണ്ടെങ്കിൽ, ആ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ടർ TV ശ്രമിക്കും. അങ്ങനെ ഇപ്പോൾ SPOമാർക്കും അവരുടെ പണം കിട്ടുന്നു, അവരുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള പ്രതിഫലം കിട്ടുകയാണ്. ആ ആശങ്കയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും.